Hi all, welcome to One's Coaching. Today we are going to discuss an important topic in economics for engineers, that is classification of economics. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. അപ്പോൾ നമുക്ക് ഈ എക്കണോമിക്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിൻലി നമുക്ക് എക്കണോമിക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സോ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ് മൈക്രോ, എന്താണ് മാക്രോ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? അപ്പോൾ നമുക്ക് ആ ടേം വെച്ച് തന്നെ ആദ്യം തുടങ്ങാം. സോ വാട്ട് ഈസ് മൈക്രോ ആൻഡ് വാട്ട് ഈസ് മാക്രോ? മൈക്രോ മീൻസ് എന്താണ്? ഒരു സ്മോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു സ്മോൾ പോർഷനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മാക്രോ? മാക്രോ എന്താണ്? മാക്രോ മീൻസ് ഒരു ലാർജ് പോർഷൻ, ഒരു വലിയ ലാർജ് പോർഷനെയാണ് നമ്മൾ മാക്രോ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ മൈക്രോ മീൻസ് എ മില്യൺത്ത് പാർട്ട്. ഒരു മില്യണിനകത്തെ ഒരു പാർട്ടിനെ, അതായത് അത്രയും ചെറുതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന ടേം വെച്ച് ഡിനോട്ട് ചെയ്യാം. മാക്രോ മീൻസ് ലാർജർ ഓർ ഹയർ ലെവൽ, അതായത് ഗ്ലോബൽ ലെവൽ, നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. അതായത് ഒരു എക്കോണമി ഒരു ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഒറ്റ എക്കോണമി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു വലിയ ലാർജ് പാർട്ടാണത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഫുൾ കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കൺട്രിയെ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്രോ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ് എന്ന് നോക്കാം. അപ്പൊ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ദ എക്കണോമിക് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക്സ് യൂണിറ്റ്സ്. അതായത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് എക്കണോമിക്സ് യൂണിറ്റ്സ്, അതാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്. സോ നമ്മളുടെ എന്താണ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്? വാട്ട് ഡു യു മീൻ ബൈ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്? അതായത് നമ്മൾ ഒരു ചെറിയ പോർഷൻ, അല്ലെങ്കിൽ ഒരു സ്മോൾ എക്കോണമി, അല്ലെങ്കിൽ ഒരു ചെറിയ ഫേം, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഫേം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ്, അങ്ങനെ ഒരു മൈക്രോ ലെവൽ ഏറ്റവും താഴെയുള്ള ഒരു സ്മോൾ സ്റ്റാർട്ടപ്പ് കമ്പനിയോ, അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്റർ, അല്ലെ അങ്ങനെയുള്ള ഒരു സ്മോൾ ബിസിനസ് യൂണിറ്റ്, അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടെ എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്, പിന്നെ എത്രമാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, അവിടുത്തെ ലോസ് എങ്ങനെയാണ്, അവിടുത്തെ പ്രോഫിറ്റ് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു സ്മോൾ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ മേ ബി ഒരു 5 or 6 എംപ്ലോയീസേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അവിടെ എത്രമാത്രം ലോസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, അവിടെ എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, കറക്റ്റ് ആയിട്ടാണോ ഇൻപുട്ട് യൂസ് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, മാക്സിമം എഫിഷ്യൻസിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So, the study of economic behavior of the household, firms and industries from the subject matter of microeconomics. കണ്ടോ, ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ സ്മോൾ ഫേംസ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഫ്രം ദ സബ്ജക്ട് മാറ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിനകത്ത് വരുന്നത്. So it examines whether resources are efficiently allocated and spells out condition for the optimal allocation of resources so as to maximize the output and social welfare. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടും ഇൻപുട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് എഫിഷ്യൻസിയിലാണോ, അതായത് ഈ ഇൻപുട്ട് എല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സിന്റെ മെയിൻ പ്രോബ്ലം എന്താണ്? നമുക്ക് ഇൻപുട്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എക്കണോമിക്സിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻപുട്ട് കറക്റ്റ് ആയിട്ട്, കാരണം എന്താണ്, സ്കെയേഴ്സ് ആണ് റിസോഴ്സസ്. അപ്പൊ ഈ റിസോഴ്സസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. For example, microeconomics is considered with how the individual consumer distribute his income among various products and services so as to maximize utility. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ്, മാക്സിമൈസ് യൂട്ടിലിറ്റി. അതായത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആ ബിസിനസ് ഫേം എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5 or 6 എംപ്ലോയീസിനെ വെച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആ എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്,
കറക്റ്റ് ആയിട്ട് അതിന്റെ യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടോ, അവിടെ വരുന്ന സ്റ്റുഡൻസിന് കറക്റ്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിന്റെ മാക്സിമം എഫിഷ്യന്റ് ആണോ, ഇതെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മുടെ ഒരു ചെറിയ എംപ്ലോയീസേ ഉള്ളൂ, ചെറിയ രീതിയിലുള്ള അതിന്റെ ടേൺ ഓവറേ വരുന്നുള്ളൂ എങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Thus, microeconomics is considered with the theories of product pricing, factor pricing and economic welfare. അപ്പം അത് പ്രോഡക്റ്റ് പ്രൈസിങ്ങിനെയും ഫാക്ടർ പ്രൈസിങ് ആൻഡ് എക്കണോമിക് വെൽഫെയറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ എത്രമാത്രം നമുക്ക് അവിടുന്ന് ഇൻപുട്ട് എടുത്ത് മാക്സ് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഔട്ട്പുട്ട് ഒക്കെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടാണോ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിനും ഇത്ര പ്രൈസ് കൊടുക്കുന്നത്. നമ്മൾ എത്രമാത്രം അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, എത്രമാത്രം എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ലേബർ കോസ്റ്റ് വരുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ പ്രൈസിങ് നിശ്ചയിക്കുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് മൈക്രോ എക്കണോമിക്സിനകത്ത് എന്താണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സിനകത്ത് നമ്മളുടെ ഒരു ചെറിയ ഇൻഡിവിജ്വൽ ഫേം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹൗസ് ഹോൾഡ് പർപ്പസ്, ഇവിടെയൊക്കെയുള്ള എക്കണോമിക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ മൈക്രോ എക്കണോമിക്സിനകത്ത് പറയുന്നത്. സോ വാട്ട് ഇസ് മാക്രോ എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാക്രോ എക്കണോമിക്സ്. അത് ഫംഗ്ഷനിങ് ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ. സോ മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ഫംഗ്ഷനിങ് ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം എക്കോണമി, ഇന്ത്യയിലെ മൊത്തം മൾട്ടിനാഷണൽ കമ്പനിയുടെ മൊത്തം ഇൻപുട്ട്, അതിനകത്ത് എത്രമാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മൊത്തത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. So what is macroeconomics? Macroeconomics considered the economy as a whole. ഒരു ഹോൾ എക്കോണമിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു സ്കൂളിലെ സ്റ്റുഡൻസ്, ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇന്ത്യയിലുള്ള സ്കൂളുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സിറ്റിസൺസ്, എത്ര ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ടാണ് അതിന്റെ കാരണം ഇത്രയും ലാർജ് ഏരിയ ആണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഒരു ലാർജ് ഏരിയ. അപ്പൊ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടാണോ ഇൻപുട്ട് കൊടുക്കുന്നത്, അത്ര എഫിഷ്യന്റ് ആയിട്ടാണോ റിസോഴ്സസ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത്ര എഫിഷ്യന്റ് ആയിട്ടാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്? കാരണം ഒന്ന്, ഏരിയ കൂടുതലാണ്, പോപ്പുലേഷൻ കൂടുതലാണ്, അല്ലെ? ഇപ്പം നമ്മളുടെ ഇന്ത്യയിലുള്ള എക്കോണമി കൺസിഡർ ചെയ്യുമ്പം അവിടെ എത്രമാത്രം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ആ എംപ്ലോയീസ് എല്ലാം കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പൊ ഇത്രയും നമുക്കൊരു പ്രോപ്പർ ഡേറ്റ, അതായത് ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ സെൻസസ് ഒക്കെ എടുക്കുമ്പോൾ, നമുക്ക് സെൻസസ് എടുക്കുന്നുണ്ടെങ്കിലും അതൊരു അക്യുറേറ്റ് ഡേറ്റ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എത്ര സിറ്റിസൺസ് ഉണ്ടെന്ന് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇത്രത്തോളം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? അതൊരു ലാർജ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഒരു സ്മോൾ ഏരിയ ആയിരുന്നു, മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഒരു ലാർജ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. So it deals with the broad economic issues. കണ്ടോ, broad economic issues such as full employment or unemployment, capacity or under capacity, a low or high rate of growth, inflation or deflation. നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എക്കോണമി ഒന്നെങ്കിൽ വളർച്ചയിലേക്കാണ് അല്ലെങ്കിൽ താഴ്ചയിലേക്കാണെന്ന് പറയാം, ഒന്നെങ്കിൽ എംപ്ലോയ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് ആണെന്ന് പറയാം. അല്ലാതെ എത്ര പേര് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് എന്നൊന്നും നമുക്കൊരു പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 40% അൺഎംപ്ലോയ്മെന്റ് ആണ്, ഒരു പെർസെൻറ്റേജ് പറയാൻ പറ്റുമെങ്കിലും അതൊരു പ്രോപ്പർ ഡേറ്റ അല്ല, ഒരു രീതി അങ്ങ് പറയുന്നേ ഉള്ളൂ, ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല അതിനകത്ത് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എ തിയറി ഓഫ് നാഷണൽ ഇൻകം, എംപ്ലോയ്മെന്റ്, അഗ്രഗേറ്റ് കൺസപ്ഷൻ, സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അപ്പം ഇതിനകത്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, എത്രമാത്രം ആൾക്കാർ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, അഗ്രഗേറ്റ് കൺസപ്ഷൻ, എന്തോരം ആൾക്കാർ ഓരോ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ ടോട്ടൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഓരോരുത്തരുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും, പിന്നെ ജനറൽ പ്രൈസ് ലെവൽ, എങ്ങനെയാണ് പ്രൈസ് ഹൈക്ക് വരുന്നത്, അതായത് പ്രൈസ് കൂടുന്നത് എങ്ങനെയാണ്, പ്രൈസ് കുറയുന്നത് എങ്ങനെയാണ്, ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് മുമ്പോട്ടാണോ, അതായത് എക്കണോമിക് ഗ്രോത്ത് മുകളിലേക്കാണോ ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതോ അതിനൊരു ഒരു ലോസ് ആണോ സംഭവിക്കുന്നത് എന്നൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഇതിനകത്ത് അനാലിസിസ് നടത്താൻ സാധിക്കുകയുള്ളൂ. സോ മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ എക്കണോമി ആസ് എ ഹോൾ, വൈൽ മൈക്രോ എക്കണോമിക്സ് കൺസിഡേർഡ് എ സ്മോളർ ഏരിയ ലൈക്ക് എ ഫേം, ഹൗസ് ഹോൾഡ് എക്സെട്ര. ഇതാണ് ഇതിന്റെ മേജർ ഡിഫറൻസ്. ഇനി നോക്കിയേ, എക്കണോമിക് റിസോഴ്സസ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്തൊക്കെയാണ് എക്കണോമിക് റിസോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഇതൊരു മെയിൻ ഇമ്പോർട്ടന്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. 2019 സ്കീമിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇൻ എക്കണോമിക്സ് റിസോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്? എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് റിസോഴ്സസ് ആൻഡ് ചോയ്സ്, സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിന്റെ സ്കേഴ്സിറ്റി ആണ് മെയിൻ ആയിട്ട് വരുന്നത്? റിസോഴ്സസിന്റെ സ്കേഴ്സിറ്റി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ അപ്പൊ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ഈ സ്കേഴ്സിറ്റി ഉള്ള റിസോഴ്സസ് നമ്മൾ എങ്ങനെ മാക്സിമം എഫിഷ്യൻസിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഡിസിഷൻ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇനി എന്തൊക്കെയാണ് റിസോഴ്സസ്, അതായത് റിസോഴ്സസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. സോ റിസോഴ്സസിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ, ഫോർത്ത് വൺ ഓർഗനൈസേഷൻ ഓർ ഓൺട്രപ്രണർഷിപ്പ്. സോ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് സർഫസ് സോയിൽ പ്ലസ് നാച്ചുറൽ റിസോഴ്സ്, അതായത് നമ്മുടെ ഭൂമി, ലാൻഡ്, പിന്നെ അതുപോലെ വാട്ടർ, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സ് എല്ലാം ഈ ലാൻഡ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ വരും. സെക്കൻഡ് വൺ ലേബർ. ലേബർ എന്താണ്? മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ വർക്ക്, അതായത് വർക്ക് ചെയ്യാൻ മെന്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റൽ എന്താണ്? ഓൾ മാൻമെയ്ഡ് എയ്ഡ്സ് ടു പ്രൊഡക്ഷൻ, അതായത് നമുക്ക് എന്തുമാത്രം അസറ്റ് ഉണ്ട്, നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എന്തുമാത്രം മെഷീനറി വാങ്ങിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ എന്തിനകത്ത് വരും? ക്യാപിറ്റലിനകത്ത് വരും. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ ഓർ ഓൺട്രപ്രണർഷിപ്പ് കമ്പൈൻസ് ഓൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഈ ഓർഗനൈസേഷൻ ഓർ ഓൺട്രപ്രണർഷിപ്പിലാണ് ഈ ബാക്കി 3 ഫാക്ടേഴ്സും കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ഓർഗനൈസ് ദീസ് റിസോഴ്സസ്, അതായത് നമ്മുടെ ലാൻഡും ലേബറും ക്യാപിറ്റലും ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പോസിബിൾ ആക്കാം എന്ന് തീരുമാനിക്കുന്നവരെയാണ് നമ്മൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. സോ അതാണ് ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, സോ മെയിൻ 4 ക്ലാസിഫിക്കേഷൻ ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ലാൻഡ് എന്താണ്? ദിസ് റെഫേഴ്സ് ടു നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ലാൻഡ് ഇറ്റ്സെൽഫ് but also encompassing resources like minerals, water and forest. For example, a farmer uses land to grow crops or a mining company extract minerals from the earth. അതായത് നമ്മളുടെ എന്താണ് റിസോഴ്സസ് ലൈക്ക് മിനറൽസ്, വാട്ടർ ആൻഡ് ഫോറസ്റ്റ്, ഇതെല്ലാം നമ്മുടെ റിസോഴ്സസ് ആ. ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് വുഡ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വാട്ടർ കിട്ടുന്നുണ്ട്, അങ്ങനെ അതെല്ലാം റിസോഴ്സസിനകത്ത് വരും. അതാണ് നാച്ചുറൽ റിസോഴ്സസ്. For example, a farmer uses land to grow crops or a mining company extract minerals from the earth. അതായത് ഒരു ഫാർമർ എന്ത് ചെയ്യും? നമ്മുടെ ലാൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കൃഷി നടത്തും, അല്ലേ? കൃഷി നടത്തും. ഇനി ഒരു മൈനിങ് കമ്പനി ആണെങ്കിലോ നമ്മുടെ എർത്തിൽ നിന്നുള്ള സോയിലിൽ നിന്നുള്ള മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യും. ഒരു മൈനിങ് കമ്പനി ആണെങ്കിൽ മിനറൽസ് ആണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് വൺ ലാൻഡ്. ഇനി സെക്കൻഡ് വൺ എന്താണ്? ലേബർ. സെക്കൻഡ് വൺ എന്താണ്? Labor. This refers to the human effort, both physical and mental, used in the production process. അതായത് എന്തുമാത്രം ഹ്യൂമൻ എഫേർട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്, അതായത് ഫിസിക്കലി മെന്റലി നമ്മൾ എന്തുമാത്രം ഹ്യൂമൻ എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ലേബറിനകത്ത് വരുന്നത്. എക്സാമ്പിൾ ഇൻക്ലൂഡ്സ് ഫാക്ടറി വർക്കേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇവരെല്ലാം എന്താണ്? ലേബേഴ്സ് ആണ്. ടീച്ചേഴ്സ് ടീച്ചിങ് നടത്തുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കോഡിംഗ് നടത്തുന്നു, പിന്നെ അതുപോലെ തന്നെ ഫാക്ടറി വർക്കേഴ്സ് അത് അവരെന്ത് ഫാക്ടറിയിലാണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് എംപ്ലോയ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എന്തിനകത്ത് വരും? ലേബറിനകത്ത് വരും. നെക്സ്റ്റ് വൺ എന്താണ്? ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൻമേഡ് റിസോഴ്സസ്, അല്ലേ? നമ്മൾ മനുഷ്യനായിട്ട് നിർമ്മിച്ച എന്തെങ്കിലും റിസോഴ്സസ്, അതായത് മെഷീനറി വരാം, അല്ലേ? പിന്നെ ക്യാപിറ്റൽ അതായത് പൈസയായിട്ട് വരാം, പിന്നെ അതുപോലെ ടൂൾസ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം എന്തിനകത്ത് വരാം? നമ്മളുടെ ക്യാപിറ്റലിനകത്ത് വരാം. ഫോർ എക്സാമ്പിൾ, എ കാർ മാനുഫാക്ചർ യൂസസ് അസംബ്ലി ലൈൻ മെഷീനറി ഓർ എ കൺസ്ട്രക്ഷൻ കമ്പനി യൂസസ് ബുൾഡോസസ്. അതായത് ഇപ്പൊ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള മെഷീനറി ഇറക്കും. അപ്പൊ അതെന്താണ്? അതൊരു ക്യാപിറ്റൽ ആണ്. അപ്പൊ ഓരോ ഇൻഡസ്ട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ട്
ക്യാപിറ്റൽസ് ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്താണ്? ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് ഓൺട്രപ്രണർഷിപ്പ്? This refers to the innovative and risk-taking individual who organize the 3 factors of production. അതാണ് ഇമ്പോർട്ടന്റ്. ഈ മോളി പറഞ്ഞ 3 ഫാക്ടേഴ്സും ഓർഗനൈസ് ചെയ്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഓൺട്രപ്രണേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. അതായത് ലാൻഡും ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ച് മാക്സിമം എഫിഷ്യൻസിയിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം അല്ലെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടാം എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഓൺട്രപ്രണേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ, എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, എ ബിസിനസ് ഓണർ ഓർ സംവൺ ഹു ഡെവലപ്പ് എ ന്യൂ ടെക്നോളജി ആർ ഓൾ ഓൺട്രപ്രണേഴ്സ്. അപ്പൊ ആരൊക്കെയാണ്? ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, സ്റ്റാർട്ടപ്പ് നടത്തുന്ന ആള്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നവർ, ഇവരെല്ലാം എന്തിനകത്ത് വരുന്ന കാറ്റഗറിയാണ്? ഓൺട്രപ്രണേഴ്സിനകത്ത് വരുന്നവരാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. So, estimation of future demand for product at present is called demand forecasting. എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്? വെദർ ഫോർകാസ്റ്റിംഗ് ഒക്കെ എന്താണ്? വെദർ ഫോർകാസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെദർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെയോ മറ്റന്നാളോ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ നാളത്തെ വെദർ എന്താണെന്ന് ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. സോ അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്കോണമിയിൽ ഡിമാൻഡുകളുണ്ട് അല്ലെ? ഓരോ സാധനങ്ങൾക്കും അതിന്റെ ആവശ്യകതകളുണ്ട്. അപ്പൊ ഈ ആവശ്യകതകൾ നാളെ കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുക, അതായത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കോവിഡ് സിറ്റുവേഷൻസ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കോവിഡ് വന്നപ്പോൾ നമുക്ക് മാസ്കിന്റെയും സാനിറ്റൈസേഴ്സിന്റെയും യൂസ് കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്? ആദ്യത്തെ വർഷം കൊണ്ട് നമുക്ക് മനസ്സിലായി മാസ്കും സാനിറ്റൈസേഴ്സും വളരെ കൂടുതൽ ആവശ്യമുണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വർഷവും ഈ കോവിഡ് പാൻഡമിക് തുടരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ വർഷം തന്നെ അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അതിന്റെ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഈ വർഷം അതിന്റെ ഡിമാൻഡ്, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിന്റെ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ 5 മെത്തേഡ്സിലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്, സെക്കൻഡ് വൺ സർവേ ഓഫ് ബയേഴ്സ് ഇന്റൻഷൻ, തേർഡ് വൺ കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്, ഫോർത്ത് വൺ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, ഫിഫ്ത്ത് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അപ്പൊ ഈ 5 മെത്തേഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന്? സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്, സർവേ ഓഫ് ബയേഴ്സ് ഇന്റൻഷൻ, കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഇനി ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്. Experts or specialists in the field are consulted for their opinion regarding future demand for a particular commodity. അതായത് ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് കൂടി വരുവാണ്. അപ്പൊ ഈ ഗോൾഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യുവാണ്? അവരുടെ എക്സ്പേർട്സിനോട് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുവാണ്. ഞാൻ പുതിയൊരു ഗോൾഡ് ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഗോൾഡ് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇനി അടുത്തത് അതിന്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, അതിന്റെ പ്രൈസ് എങ്ങനെയായിരിക്കും, ഹൈക്ക് ആയിരിക്കുമോ അതോ നമുക്ക് ലോസ് സംഭവിക്കുമോ എന്നൊക്കെ എക്സ്പേർട്സിനോട് നമ്മൾ കൺസൾട്ട് ചെയ്ത് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നതിനെയാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? സർവേ ഓഫ് ബയേഴ്സ് ഇന്റൻഷൻ. Generally, a limited number of buyers' choice and preference are surveyed, and on the basis of that, businessmen form an idea about future demand for the product it is going to produce. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ എടുക്കുകയാണ്. എന്നിട്ട് അവരിൽ സർവേ നടത്തും. ആ സർവേ നടത്തിയിട്ട് അവരുടെ സർവേയിലെ റിസൾട്ട് എന്താന്ന് നോക്കും. അപ്പൊ നമുക്കറിയാം ഒരു ചെറിയ പോർഷൻ, നമ്മളിപ്പോൾ ഒരു കലത്തിനകത്ത് അരി വേവിക്കുകയാണ്. ആ അരി വേവിക്കുന്ന മൊത്തം അരിയും നമ്മൾ വെന്തോന്ന് എടുത്ത് നോക്കില്ലല്ലോ, ജസ്റ്റ് ഒരു അരി മാത്രം വെന്തോന്ന് എടുത്ത് നോക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും ഇതിനകത്തുള്ള എല്ലാ അരിയും വെന്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് സർവേ മെത്തേഡ്. ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ എടുക്കും, എന്നിട്ട് അവരുടെ സർവേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ സർവേയുടെ അനാലിസിസ് വെച്ച് അവരൊരു പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സർവേ ഓഫ് ബയേഴ്സ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്.
എന്താണ് കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്? The firm seek opinion of retailers and wholesalers in their respective territory with a view to estimate expected sales. അതായത് അവരുടെ സെയിൽസ് എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ ഹോൾസെയിലേഴ്സിനോടും റീറ്റെയിലേഴ്സിനോടും ഒക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്. അതായത് കുറേ ആൾക്കാരോട് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കും. അതായത് ഈ ഇൻഡസ്ട്രി തന്നെയുള്ള ഒരുപാട് ആൾക്കാരോട് കളക്റ്റീവായിട്ട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്. ഇനി അടുത്തത് ഫോർത്ത് വൺ, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. എന്താണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്? The firm takes into account certain factors that affect demand like price, advertisement, packaging. On the basis of these determinants of demand, the firm makes an estimate about future demand. അതായത് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ആദ്യം എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്ത് ഓപ്പണിംഗ് ഒക്കെ ആവാറാകുമ്പോഴത്തേക്കും ഇവർ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും അല്ലെ? ടിവിയില്, ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് അഡ്വർടൈസ്മെന്റ്. പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട്, പ്രൈസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് നടത്തും. പിന്നെ പാക്കേജിങ്ങിൽ എന്തെങ്കിലും പുതിയൊരു രീതിയിലുള്ള പാക്കേജിംഗ് ഒക്കെ കൊണ്ടുവരുമ്പോൾ കസ്റ്റമേഴ്സ് അതായത് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നല്ല രീതിയിൽ അവർക്ക് കച്ചവടം മുന്നോട്ട് പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. അതായത് നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് നടത്തി നോക്കും, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് റിക്കവർ ആവാം, എങ്ങനെ നമുക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടാം എന്നുള്ള എക്സ്പെരിമെന്റ്സ് നടത്തി നോക്കും. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. എന്താണ്? മോർ ഓഫൺ ഫേംസ് മേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ അബൌട്ട് ദ ട്രെൻഡ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് കംപ്രൈസിംഗ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, പ്രോഗ്രഷൻ അനാലിസിസ് എക്സെട്ര യൂസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ കുറെ നാളത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും. ഇപ്പൊ ഗോൾഡ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പൊ ഗോൾഡിൽ കഴിഞ്ഞ കുറെ വർഷം, ഇപ്പൊ 2010 നോക്കും, 2015, 2020. അപ്പൊ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഗോൾഡിന്റെ റേറ്റ് കൂടി വരുവാണ്. അപ്പൊ നമുക്ക് 2025 ആകുമ്പോഴും നമുക്കറിയാം ഗോൾഡിന്റെ റേറ്റ് കൂടാനാണ് ചാൻസ് എന്ന്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് എന്ത്? നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഫോർകാസ്റ്റ് ചെയ്യുവാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ്. ഇന്ന രീതി ചെയ്താൽ നമുക്ക് ബിസിനസ് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ്. സോ ഇതൊക്കെയാണ് എന്ത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. അതിനകത്ത് 5 ടെക്നിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും പഠിച്ചു. പിന്നെന്താ പറഞ്ഞത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. 4 ഫാക്ടേഴ്സ് ആണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. 4 ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മളിത് മാക്സിമം എഫിഷ്യൻസിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പഠിച്ചു. അതിന്റെ 5 ടെക്നിക്സ് അല്ലെങ്കിൽ അതിന്റെ 5 മെത്തേഡ്സും പഠിച്ചു. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ദിസ് സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.